Hello everyone, welcome to Linvis. This is Linu. How are you all? എല്ലാവർക്കും സുഖാണോ? എന്തായി നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി നോമൻക്ലേച്ചർ നിങ്ങൾക്ക് എങ്ങനെയാ തറോ ആയോ? ഫങ്ഷണൽ ഗ്രൂപ്പിനെ കുറിച്ച് പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? എല്ലാവരും അത്രയും വരെ ക്ലിയർ ആക്കിയോ? ക്ലിയർ ആണ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഏതെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഫങ്ഷണൽ ഗ്രൂപ്പ് എല്ലാം പഠിച്ചോ? ഓക്കെ, ക്ലിയർ ആണ്? പേരിടാൻ പഠിച്ചു? നോമൻക്ലേച്ചർ ഓക്കെ ആണ്? ഓക്കെ, ഫൈൻ, വെരി ഗുഡ്. നല്ല കുട്ടികളാ നിങ്ങൾ അല്ലേ? അന്നാന്ന് നിൽക്കുന്ന അന്നാന്ന് പഠിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ ലാസ്റ്റിൽ നമ്മൾ പഠിച്ചത് ഫങ്ഷണൽ ഗ്രൂപ്പുകളെ കുറിച്ചാണ്. എത്ര ഫങ്ഷണൽ ഗ്രൂപ്പുകൾ നമുക്ക് പഠിക്കാനുണ്ട്? 6 എണ്ണമാണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ ഏതായിരുന്നു മക്കളെ? ഒന്നാമത്തെ ആൽക്കഹോൾ. ഓക്കെ, ആൽക്കഹോൾ ആയിരുന്നു. ആൽക്കഹോൾ എന്ന് പറയുമ്പോ തന്നെ നിങ്ങൾ ആരെ ആലോചിക്കണം? OH ആലോചിക്കണം. OH ആലോചിച്ചു. ആൽക്കഹോൾസ് വരുമ്പോ നമ്മൾ സഫിക്സ് എന്താ കൊടുക്കണ്ടേ? ഓൾ എന്ന് കൊടുക്കണം. അത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്. OH വരുമ്പോ എന്ത് ഗ്രൂപ്പാ? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ് ആൽക്കഹോൾസ് അല്ലെ? പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? അതിന്റെ പേരിടാൻ പഠിച്ചു. എങ്ങനെ പേരിടും? നമ്മൾ ഏതാണോ ആൽക്കെയിൻ അത് എഴുതിയിട്ട് എന്ത് ചെയ്യണം? അതിന്റെ കളഞ്ഞിട്ട് OL ചേർക്കണം. അങ്ങനെയല്ലേ പഠിച്ചേ? ആൽക്കനോൾ എന്നായിരിക്കും നമുക്ക് കിട്ടാം. മെഥനോൾ, എഥനോൾ. പൊസിഷൻ ഉണ്ടെങ്കിൽ ആൽക്കെയിൻ എഴുതാ, കളയ, ഹൈഫൻ ഇട്ടിട്ട് പൊസിഷൻ എഴുതിയിട്ട് ഓള് കൊടുക്കുക. ഹൈഫൻ ഇട്ടിട്ട് ഓള് കൊടുക്കുക. റൈറ്റ്? അത് എഴുതുമ്പോ ശരിയാവും. നമുക്ക് ഇതേ കാണാതെ പഠിച്ചാല് ആൽക്കെയിൻ മൈനസ് C അങ്ങനെ കാണാതെ പഠിക്കാൻ പറ്റില്ല. നമ്മൾ എഴുതി ചെയ്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് ക്ലിയർ ആവും കേട്ടോ. പിന്നെ നമ്മൾ കാർബോക്സിൽ ഗ്രൂപ്പ് പഠിച്ചു. ആസിഡ് ആണ് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്. COOH ഗ്രൂപ്പ്. ഓയിക് ആസിഡ് എന്നാണ് സഫിക്സ്. ആൽക്കൻ എഴുതാം, കളയ, എന്ത് കൊടുക്കാം? ഓയിക് ആസിഡ് കൊടുക്കാം. നമുക്ക് എന്തിന്റെ പേര് കിട്ടും? ആസിഡിന്റെ പേര് കിട്ടും. നെക്സ്റ്റ് നമ്മൾ പഠിച്ചു ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണ്. ആൽഡിഹൈഡ് ഗ്രൂപ്പ് CHO ഗ്രൂപ്പ് ആണ്. ആൽഡിഹൈഡിക് ഗ്രൂപ്പ് എന്നാണ് പറയാം. ഓക്കെ, ഇനി ഇതിൽ വരുമ്പോ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ആളാണ്. ആൾ. മെത്തനാൾ, എത്തനാൾ, പ്രൊപ്പനാൾ അല്ലെ? ആൽക്കേൻ എഴുതാം, കളയ, ആള് കൊടുക്കുക, ആൽക്കനാൾ. പിന്നെ നമ്മൾ പഠിച്ചു കീറ്റോ ഗ്രൂപ്പ്, CO ഗ്രൂപ്പ്. കീറ്റോ ഗ്രൂപ്പ് നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് CO ആണെന്ന് പറഞ്ഞു. ഓൺ, കീറ്റോൺ എന്നല്ലേ? കീറ്റോൺസ് എന്നാണ് ഇതിന് പറയാം. അപ്പൊ ഓൺ ആണ് നമ്മൾ സഫിക്സ് കൊടുക്കണ്ടേ. പിന്നെ നമ്മൾ എന്താ പഠിച്ചേ? കീറ്റോൺസ് നമ്മൾ പഠിച്ചു. കീറ്റോണിന്റെ ഫസ്റ്റ് കീറ്റോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൊപ്പിലാണ്. 3 എണ്ണമുള്ള കാർബണീന്നാണെന്ന് ഓർത്ത് വെക്കണേ. പിന്നെ ഹാലോ ഗ്രൂപ്പ് പഠിച്ചു. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഒക്കെ എന്താ? ഹാലജൻസ് ആണ്. അപ്പൊ അതിൽ ഏത് വേണമെങ്കിലും വരാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഹാലജന്റെ പൊസിഷൻ എഴുതണം, ഹൈഫൻ ഇടണം, ഹാലജന്റെ പേര് എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആൽക്കെയിന്റെ പേര് അങ്ങോട്ട് എഴുതാം. ഓക്കെ, അങ്ങനെയാണ്. അതായത് ഫോർ എക്സാമ്പിൾ ക്ലോറോപ്രൊപ്പെയിൻ, 1 ക്ലോറോപ്രൊപ്പെയിൻ കണ്ടോ? 2 ക്ലോറോപ്രൊപ്പെയിൻ. 2 വരുമ്പോ 2,3 ഡൈക്ലോറോബ്യൂട്ടൈൻ അങ്ങനെയൊക്കെ എഴുതാം. ആൽക്കോക്സി ഗ്രൂപ്പ് ഈതർ ഫാമിലി ആണ്. ഈതേഴ്സ് ആണ്. ഈതേഴ്സ് വരുമ്പോ എന്ത് ശ്രദ്ധിക്കാനാ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ഒരു ഓക്സിജൻ നടുക്കത്ത് ഉണ്ടാവും, 2 സൈഡിലും കാർബണിന്റെ ചെയിൻ ഉണ്ടാവും. ഏറ്റവും നീളമുള്ള കാർബണിന്റെ ചെയിൻ ഏത് സൈഡിലാണെന്ന് നോക്കാം. അതിനെ ആൽക്കെയിൻ ആക്കിയിട്ട് എഴുതാം. അപ്പുറത്തെ സൈഡിലുള്ള കാർബണിന്റെ ചെയിന് ആൽക്കോക്സി ആക്കിയിട്ട് എഴുതാം. എങ്ങനെ വരും? ആൽക്കോക്സി ആൽക്കെയിൻ എന്ന് വേണം ഇതിനെ പേര് എഴുതാൻ. ഓക്കെ, ഇത്രയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. ഓക്കെ, നൗ ലെറ്റ് us start with aromatic compounds. aromatic hydrocarbons നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ഈ സ്ട്രക്ചർ ആണ് പഠിച്ചേക്കുന്നത്. ഏത് സ്ട്രക്ചർ ആയത്? ഈ സ്ട്രക്ചർ കണ്ടിട്ട് നിങ്ങൾ ഓർമ്മയില്ലേ? ഈ കോമ്പൗണ്ട് ഏതാ? ഇവിടെ എന്തൊക്കെ ഉള്ളത് നോക്കാം നമുക്ക്. എത്ര സൈക്കിൾ ആണ് അല്ലെ? സൈക്കിൾ ആണ്. ഓക്കെ, സൈക്കിളിൽ എന്തൊക്കെയുണ്ട്? കാർബൺസ് ഉണ്ട്. ഓക്കെ, ഒന്നിടവിട്ട് കാർബൺസ് അല്ലെ? സോറി, ഒന്നിടവിട്ട് ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, അങ്ങനെ 6 കാർബൺ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഫോർമുല ഫസ്റ്റ് ചെയ്താം. C 6 എണ്ണം. H എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയേ? 1 2 3 4 5 6. H 6 എണ്ണം. ഇതിന്റെ ഫോർമുല C6H6 എന്നാണ്. C6H6 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു പേരുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇതിന്റെ പേര്? യെസ്, ഇതൊരു ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ ആണ്. ആരോമാറ്റിക് ആണ്. ഇതിന്റെ പേര് എന്ന് പറയുന്നത് ബെൻസീൻ എന്നാണ്. ബെൻസീൻ. ബെൻസീന്റെ ഫോർമുല എന്താ? C6H6. സൈക്ലിക് ആണ്. സൈക്ലിക് അല്ലേ? റിംഗ് അല്ലേ? യെസ്. ഒരു ഇവിടെ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ വന്ന് നിൽക്കും? അവസാനം അവിടെ തന്നെ വന്ന് നിൽക്കും. ദാറ്റ് ഈസ് സൈക്ലിക് അല്ലെ? സൈക്ലിക് ആണ്. പിന്നെ എന്താ? ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള എന്തുണ്ട്? സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് അങ്ങനെയുണ്ട് അല്ലെ?
യെസ്, നമുക്ക് നോക്കാം. വിച്ച് കാറ്റഗറി ഡസ് ദിസ് കോമ്പൗണ്ട് ബിലോങ്സ് ടു? ഏത് ആരോമാറ്റിക് ആണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? ബെൻസീൻ. പറഞ്ഞില്ലേ ടീച്ചർ? മോളിക്കുലർ ഫോർമുല എന്താ നമ്മൾ കണ്ടുപിടിച്ചല്ലോ, C6H6. ഇതാണ് ബെൻസീന്റെ ഫോർമുല. ഇനി നമുക്ക് നോക്കാം, 2 ഹൈഡ്രോ കാർബണും കൂടി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇത് ബെൻസീൻ ആണ്. ബെൻസീൻ ഫസ്റ്റ് വരയ്ക്കാം. ഓക്കെ, ബെൻസീന്റെ ഒരു സൈഡ് ഒരെണ്ണം ഡബിൾ ബോണ്ട് ഇട്ടു, പിന്നെ സിംഗിൾ ബോണ്ട് ആണ്, പിന്നെ വീണ്ടും ഡബിൾ ബോണ്ട് ഇട്ടു, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്. അങ്ങനെയാണ് ബെൻസീന്റെ സ്ട്രക്ചർ വരയ്ക്കുന്നത്. ഓക്കെ, ഇനി ബെൻസീനില് എല്ലാ കാർബണിലും ഓരോ ഹൈഡ്രജൻ ഉണ്ട്. അങ്ങനെയാണ് നമ്മുടെ സ്ട്രക്ചർ അല്ലെ. അതിൽ ഒരു കാർബണിലുള്ള ഹൈഡ്രജൻ മാറ്റിയിട്ട് അതിന് പകരം OH ഗ്രൂപ്പ് വരാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരെണ്ണേ ഹൈഡ്രജൻ മാറുന്നുള്ളൂ കേട്ടോ. ഇവിടുത്തെ ആണെന്ന് വിചാരിക്കാം. നമുക്ക് മുകളിലെ ഹൈഡ്രജൻ മാറ്റിയിട്ട് അതിന് പകരം OH എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെ വന്നാൽ ഇതിന്റെ പേര്, ആ കോമ്പൗണ്ടിന്റെ പേര് ഫീനോൾ എന്നാണ്. ഫീനോൾ. അപ്പൊ ഒരു ഹൈഡ്രജൻ മാറ്റി. ബെൻസീൻ എന്തായിരുന്നു? C6H6 ആയിരുന്നു. അതിൽ ഒരു ഹൈഡ്രജൻ മാറ്റിയപ്പോ C6H5 ആയിട്ട്, എന്നിട്ട് എന്ത് കൊടുത്തു? OH കൊടുത്തു. അതാണ് ഫീനോള്. ഓക്കെ, ഇനി അതേപോലെ തന്നെ അതൊരു ആൽക്കഹോൾ പോലെയാണല്ലോ OH ഗ്രൂപ്പ് പറയുന്നത്. ഫീനോൾസ് എന്നാണ് അതിന്റെ പേര്. അതിന്റെ ഒരു കാറ്റഗറിയാണ് ഫീനോൾ. ഇനി അതേപോലെ H മാറ്റിയിട്ട് നമുക്ക് OH പകരം COOH, ഒരു ആസിഡ് കൊടുക്കാം. ഓക്കെ, ആസിഡ് അങ്ങോട്ട് കൊടുക്കാണ്. COH ഗ്രൂപ്പ്, ആസിഡ് ഗ്രൂപ്പ് അല്ലേ അത്, അത് കൊടുക്കുക. അപ്പൊ അതിന്റെ പേര് എന്ത് വരും? ബെൻസോയിക് ആസിഡ്. ഈ 3 കോമ്പൗണ്ട് ആണ് ആരോമാറ്റിക് കോമ്പൗണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 3 കോമ്പൗണ്ടും അതിന്റെ പേരുകളും ഓക്കെ അതിന്റെ ഫോർമുല, മോളിക്കുലർ ഫോർമുല ഒന്ന് പഠിച്ചു വെച്ചേക്ക് എല്ലാവരും. ഏതൊക്കെയാ? ബെൻസീൻ, ഫീനോൾ, ബെൻസോയിക് ആസിഡ്. ബെൻസീന്റെ സ്ട്രക്ചർ ഓർക്കാം, ഒരു ഹെക്സെയിൻ പോലെ അല്ലെ. 6 കാർബൺ ഉണ്ട്, എന്നിട്ട് ഒന്നിടവിട്ട് ഡബിൾ ബോണ്ട് വരയ്ക്കണം. ഓക്കെ, അതാണ് ബെൻസീന്റെ സ്ട്രക്ചർ. ബെൻസീന്റെ ഒരു പൊസിഷനിൽ, ഒരു ഹൈഡ്രജന്റെ പൊസിഷനിൽ OH വന്നാൽ ഫീനോളായി. അതേപോലെ തന്നെ ബെൻസീന്റെ ഒരു ഹൈഡ്രജന്റെ പൊസിഷനിൽ COOH വന്നാൽ എന്തായി? ബെൻസോയിക് ആസിഡ് ആയി. ക്ലിയർ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ആ 3 ആരോമാറ്റിക് കോമ്പൗണ്ട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 3 നന്നായിട്ട് പഠിച്ചു വെച്ചേക്കാം. അതിന്റെ സ്ട്രക്ചർ വന്നിട്ട് അതിന് പേരിടാൻ വരും, ചിലപ്പോൾ പേര് തന്നിട്ട് സ്ട്രക്ചർ വരയ്ക്കാൻ വരും. സോ യു ഹാവ് ടു ഡു ദാറ്റ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദിസ് ചാപ്റ്റർ, ഐസോമെറിസം. ഓക്കെ, ഐസോമെറിസം സിമ്പിൾ ആയുള്ള ടോപ്പിക്, നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാമിന് വരും. എക്സാമിനെ എഴുതും, ടപ്പ് നമുക്ക് ഉത്തരം എഴുതാം. അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ് ഐസോമെറിസം. ഓക്കെ, നമുക്കറിയാം നമ്മൾ കുറെ ഫങ്ഷണൽ ഗ്രൂപ്പുകളെ പഠിച്ചു അല്ലെ. ഓക്കെ, ദിസ് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ഡിഫറൻസ് കൊണ്ടാണ് വാസ്റ്റ് നമ്പർ ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാവാൻ കാരണം. ഓക്കെ, നമുക്കിവിടെ 4 കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. നോക്കിയേ, 1, 2, 3, 4. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിന്റെ എല്ലാത്തിന്റെ മോളിക്കുലർ ഫോർമുല ഒന്ന് എഴുതി വെക്കാം. എഴുതാം. ഓക്കെ, നോക്കിയേ, ഫസ്റ്റ് തന്നെ മോളിക്കുലർ ഫോർമുല എത്ര കാർബൺ ഉണ്ട്? 1, 2, 3, 3 കാർബൺ അല്ലേ. അപ്പൊ 3 എന്ന് എഴുതി. ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? 3, 4, 5, 6, 7, 7. പിന്നെ ഒരു Cl ഉണ്ട് അല്ലെ, അപ്പൊ അത് എഴുതാൻ മറക്കരുത്, Cl. നെക്സ്റ്റ് അടുത്തതിന്റെ എഴുതി C3, 3 C, 3, 4, 5, 6, 7, 8, H8O. ഓക്കെ, ഇനി ഇവിടെ വരുമ്പോഴോ C2, 2 കാർബണേ ഉള്ളൂ, H3, 4, 5, 6, 8, 6O. ഓക്കെ, ഇവിടെയോ 1, 2, 3, 3 ആണ്. C3, 3, 4, 5, 6, 7, H7, Cl. ഓക്കെ, അപ്പൊ നമ്മൾ മോളിക്കുലർ ഫോർമുല എഴുതി. Which of the compounds have the same molecular formula? നോക്കിയിട്ട് പറഞ്ഞേ, ഇതിൽ ആർക്കാ സെയിം മോളിക്കുലർ ഫോർമുല ഉള്ളത്? ആർക്കാ? ദേ 1നും 4നും അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം 1 and 4. What is the functional group in each of these? ഇതിൽ രണ്ടിലും ആരേതാ ഫങ്ഷണൽ ഗ്രൂപ്പ്? ദേ അല്ലേ, ഹാലോ ഗ്രൂപ്പ് ആണ്. ഹാലോ കോമ്പൗണ്ട് ആണ്. ക്ലോറോ ആണ്, ക്ലോറിൻ ആണ് അവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ്. IUPAC നെയിം എഴുതാം. എങ്ങനെ IUPAC നെയിം എഴുതാം? 1, 2, 3. ഓക്കെ, അപ്പൊ 2- ക്ലോറോ 3 എണ്ണല്ലേ. സോ പ്രൊപ്പെയിൻ. ഓക്കെ, ഇനി നാലാമത്തേന്റെ പേര് എങ്ങനെയാ? 1 ഇവിടെ നിന്ന് നമ്പർ ഇടണം. 1, 2, 3. ഓക്കെ, 1 ക്ലോറോ പ്രൊപ്പെയിൻ. ഓക്കെ,
IUPACിനെയും എഴുതി. So you can see that the position of the carbon atom to which halo group is attached differ in these compounds. അപ്പൊ ആദ്യത്തിൽ രണ്ടാമത്തെ പൊസിഷനിലാണ് ക്ലോറിൻ, അടുത്തതിലോ ഒന്നാമത്തിലാണ് ക്ലോറിൻ. Although the compounds have same molecular formula, they differ in the structural formula, right? അല്ലേ? ഇത് മോളിക്കുലർ ഫോർമുല സെയിം ആയിട്ടും അവരുടെ സ്ട്രക്ചർ ഡിഫറെന്റ് ആണ്. പൊസിഷൻ ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ആണ്. കറക്റ്റ്? അപ്പൊ കെമിക്കൽ, അപ്പൊ ഒരു സ്ട്രക്ചർ ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ these compounds exhibit differences in their chemical and physical properties. അപ്പൊ ഈ കോമ്പൗണ്ട്സിന് കെമിക്കൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് എന്തുണ്ടാവും? ഡിഫറൻസ് ഉണ്ടാവും. സോ ദേ ആർ നോൺ ആസ് വാട്ട്? ഐസോമേഴ്സ്. ഇവരാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐസോമേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് ഐസോമേഴ്സ്? വാട്ട് ഡു യു മീൻ ബൈ ദ പ്രോസസ് ഐസോമെറിസം? അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ എഴുതേണ്ടത് സെയിം മോളിക്കുലർ ഫോർമുല ആയിരിക്കും. ഓക്കെ, സെയിം മോളിക്കുലർ ഫോർമുല. എന്തായിരിക്കും ഡിഫറെന്റ്? ഡിഫറെന്റ് ആയിട്ടുള്ള അവരുടെ സ്ട്രക്ചർ ഡിഫറെന്റ് ആയതുകൊണ്ട് ഡിഫറെന്റ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അവരുടെ എന്ത് വ്യത്യാസം ഉണ്ടാവും? കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ബിക്കോസ് ദി സ്ട്രക്ചർ ഈസ് ഡിഫറെന്റ്, റൈറ്റ്? ഇങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് വിളിക്കും? വി കോൾ ദം ആസ് ഐസോമേഴ്സ് എന്ന് വിളിക്കും. ഈ ഫിനോമിനന് പറയുന്നതാണ് എന്ത്? ഐസോമെറിസം. ആ ഫിനോമിനൻ, ഓക്കെ, ആ നടക്കുന്ന ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് എന്ത്? ഐസോമെറിസം. ക്ലിയർ ആണോ ഐസോമെറിസം എന്താന്ന്? ഓക്കെ, ഐസോമെറിസം എന്ന് പറഞ്ഞാൽ സെയിം മോളിക്കുലർ ഫോർമുലയാണ്. their structure is different, so they have different chemical and physical properties. Physical and chemical properties different ആയിരിക്കും, സെയിം മോളിക്കുലർ ഫോർമുല ആയിരിക്കും. ഓക്കെ, അതിനാണ് എന്ത് വിളിക്കുന്നത്? ഐസോമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫൈൻ. യെസ്, മൂവിങ് ടു ദ നെക്സ്റ്റ്. ഇനി നമുക്ക് 4 ഐസോമേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ചെയിൻ, പിന്നെ പൊസിഷൻ, ഓക്കെ, then functional group isomerism, functional isomerism, last one is metamerism. ഈ 4 ഐസോമെറിസത്തെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവാണ്. Let us get started. Okay, chain isomerism നോക്കാം. 1 2 3 4. Okay, first molecular formula എഴുതാം. അതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക്. We have to write down the molecular formula. 1 2 3 4, right? C4H3 വേഗം പറ. 3 4 5 6 7 8 9 10. ഇവിടെയോ സെയിം ആണോ? C4H10 മോളിക്കുലർ ഫോർമുല എഴുതി. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെ മോളിക്കുലർ ഫോർമുല സെയിം ആണെന്ന് മനസ്സിലായി. ഓക്കെ, എഴുതിയില്ലേ? അപ്പൊ ഇവിടെ എഴുതിക്കോ C4H10. What is the peculiarity of the molecular formula? Same. IUPAC നെയിം എഴുതാനാ പറഞ്ഞേക്കുന്നത്. എഴുതാം. ഓക്കെ, നമ്പർ ഇട്ടോ. ബ്രാഞ്ച് ഒന്നുമില്ല, അപ്പൊ നേരെ അങ്ങോട്ട് നമ്പർ ഇട്ടാ മതി. 1 2 3 4 വന്നാൽ നമ്മുടെ ആൽക്കെയിൻ ഏതാ? ബ്യൂട്ടേൻ. ഓക്കെ ഓക്കെ, ഇതിന്റെ പേരിട്ടെ. ഇതിന് ബ്രാഞ്ച് ഉണ്ട്, അപ്പൊ നമ്പർ ഇടണം. 1 2 3, റൈറ്റ്? അപ്പൊ ഇതിന്റെ പേര് എന്ത് വരും? സെക്കൻഡ് പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് ആണ്. 2-methyl propane. 3 കാർബൺ ഉള്ളതാണ് മെയിൻ ചെയിൻ. 2-methyl propane. Okay, so they have same molecular formula, but their structure is different, right? Their structure different ആണ്. Okay, carbon atoms മാത്രമായിട്ട് സ്ട്രക്ചർ വരച്ചേക്കാണ്, കണ്ടല്ലോ. Although the molecular formula of these compounds are same, they have structural difference in the carbon chain. Carbon chain സ്ട്രക്ചർ ആണ് വ്യത്യാസം, റൈറ്റ്? ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ചെയിൻ ഐസോമേഴ്സ് എന്ന് വിളിക്കുക. കാർബണിന്റെ ചെയിൻ ആണ് ഇവിടെ വ്യത്യാസം. ഒരെണ്ണം നീളത്തിലായിരുന്നു, ഒരെണ്ണത്തിന് ബ്രാഞ്ചിലിട്ടു. അങ്ങനെ കാർബണിന്റെ ചെയിൻ ലെങ്ത്തിന് വ്യത്യാസം വന്ന മോളിക്കുലർ ഫോർമുല സെയിം ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ചെയിൻ ഐസോമെറിസം എന്ന് വിളിക്കുക. സോ ഹൗ വിൽ യു ഡിഫൈൻ ചെയിൻ ഐസോമെറിസം? കോമ്പൗണ്ട്സ് ഹാവ് സെയിം മോളിക്കുലർ ഫോർമുല. ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ പറയുന്നത് സെയിം മോളിക്കുലർ ഫോർമുല എന്നാണ്, but differ in the structures of carbon chain are called chain isomers. ഈ ഫിനോമിനനെ നമ്മൾ എന്ത് പറയും? ചെയിൻ ഐസോമെറിസം എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് പെൻറ്റെയിന്റെ ചെയിൻ ഐസോമേഴ്സ് ഇവിടെ വരച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, നോക്കാം നമുക്ക്.
ഓക്കെ, നോക്കി പെൻറ്റേൻ എന്ന് പറഞ്ഞാൽ എത്ര കാർബണാ? പെൻറ്റ് എന്ന് പറഞ്ഞാൽ 5 അല്ലേ? അപ്പൊ 5 എന്ത് നേരെ വരച്ചു. 1 2 3 4 5. ഓക്കെ, 5 നേരെ വരച്ചു. ഇനി എന്താ ചെയ്ത? അടുത്ത ഐസോമർ എഴുതാൻ വേണ്ടി 4 നേരെ വരച്ചിട്ട് ഒരെണ്ണത്തിന് ബ്രാഞ്ചിലിട്ടു. ഓക്കെ, കിട്ടിയോ? ഒരെണ്ണത്തിന് ബ്രാഞ്ചിലിട്ടു. 4 നേരെ വരച്ചിട്ട് ഒരെണ്ണത്തിന് ബ്രാഞ്ചിലിട്ടു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് വേറൊരെണ്ണം കൂടെ വരയ്ക്കാനാണ് പറഞ്ഞത്. വരയ്ക്കാൻ പറ്റുമോ നോക്കാം. ഇത് നോർമൽ ആയിട്ടുള്ള സാധാ പെൻറ്റെയിൻ തന്നെയാണ്. ഇത് വന്നപ്പോ 1 2 3 4 വന്നു. അപ്പൊ ഇത് 2 മീഥൈൽ ബ്യൂട്ടൈൻ ആയിരിക്കും അല്ലെ? രണ്ടാമത്തെ പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ്, ദെൻ എന്ത് വരും? ബ്യൂട്ട്. 4 കാർബണാണ് ബ്യൂട്ടൈൻ. ഇനി ഉണ്ടോന്ന് ചോദിക്കുന്നത്. ഉണ്ടോ? നമുക്ക് ഇനി വരയ്ക്കാൻ പറ്റുമോ ഒന്ന് ചിന്തിച്ചു നോക്കി. വരയ്ക്കാൻ പറ്റുമോ നോക്കാം. നമുക്ക് 4 വരച്ചു. ഇനി നമുക്ക് ഇവിടെ ഇട്ട് കൊടുത്താൽ ഈ ഒരു മീഥൈൽ ബ്രാഞ്ച് ഇവിടെ ഇട്ട് കൊടുത്തു എന്ന് വിചാരിക്കാം. ടീച്ചർ ഇവിടെ വരച്ച് കാണിക്കാം. 2 3 4 വരച്ചിട്ട് ഇവിടെ ഇട്ട് കൊടുത്തു. അപ്പോഴും പ്രശ്നം എന്താ നോക്കിയേ? അപ്പോഴും ഇവിടെ തന്നെ നമ്മൾ നമ്പർ ഇടുമ്പോൾ നമ്മൾ ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടുന്ന വിധത്തിൽ ഇങ്ങനെയാണ് നമ്പർ ഇടുക. അപ്പോഴും നമുക്ക് എന്താ കിട്ടാ? 2 മീഥൈൽ ബ്യൂട്ടൈൻ തന്നെയല്ലേ കിട്ടുക. അപ്പൊ അത് സെയിം ആണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ വരച്ചു നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. 3 നേരെ വരച്ചിട്ട് 2 ബ്രാഞ്ചിൽ ഇട്ട് കൊടുത്താലോ? എങ്ങനെയുണ്ട്? കൊടുക്കാം. ഓക്കെ, 3 നേരെ വരച്ചിട്ട് 2 ബ്രാഞ്ചിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് ദേ ഇവിടെ നമ്മുടെ CH3 കുട്ടന്മാരെ ഇവിടെ കൊടുത്തേ. ഓക്കെ, 12 ഇല്ലേ? C5H12 ഇല്ലേ? ഇതിന്റെ പേരെന്ത് വരും? 1 2 3. ഓക്കെ, അപ്പൊ എന്ത് വരും? 2,2 എന്നുള്ളത് കൊണ്ട് ഡൈ ഡി ക്യാപിറ്റൽ ഡൈ മീഥൈൽ 3 പ്രൊപ്പേ. കിട്ടിയോ? അപ്പൊ എത്ര ചെയിൻ ഐസോമേഴ്സ് പോസിബിൾ ആണ്? ഇനി വേറെ വല്ല പോസിബിലിറ്റി ഉണ്ടോ? വേറെ വല്ലതിനും കൊടുക്കാനൊക്കെ പറ്റുമോ നോക്കില്ല അല്ലെ? 5 നേരെ വരച്ചു, 4 വരച്ചിട്ട് ഒരെണ്ണത്തിന് ബ്രാഞ്ചിലിട്ടു, പിന്നെ 3 വരച്ചിട്ട് 2 ബ്രാഞ്ചിലിട്ടു. ഓക്കെ, അപ്പൊ എത്ര ഐസോമേഴ്സ് പോസിബിൾ ആണ്? 3 പോസിബിൾ ആണ്. 3 നമ്മൾ വരയ്ക്കാനും പഠിച്ചു, അതിന്റെ പേരിടാനും പഠിച്ചു. അപ്പൊ ഇതിനെയാണ് എന്ത് വിളിക്കുന്നേ? ചെയിൻ ഐസോമറിസം എന്ന് വിളിക്കുന്നത്. നോക്കിയേ, കാർബണിന്റെ ചെയിൻ ലെങ്തിലല്ലേ വ്യത്യാസമുള്ളൂ. ഒരെണ്ണം നീളത്തിലാണ് അല്ലെ? ഒരെണ്ണത്തിൽ 1 ബ്രാഞ്ച്, ഒരെണ്ണത്തിൽ 2 ബ്രാഞ്ച്. അതായത് കാർബണിന്റെ ചെയിൻ ആണ് വ്യത്യാസം. അതിന്റെ സ്ട്രക്ചർ ഓഫ് കാർബൺ ചെയിൻ ഇസ് ഡിഫറെന്റ്. സോ ഇങ്ങനെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കാം? വി കോൾ ഇറ്റ് ആസ് ചെയിൻ ഐസോമറിസം. ക്ലിയർ? ഓക്കെ, നൗ മൂവിങ് ടു പൊസിഷൻ ഐസോമേഴ്സ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാ. നിങ്ങൾ ഇവിടെ ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ടില്ലേ? ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോ ഈ 2 ഇവിടെ നമ്മൾ പറഞ്ഞു ക്ലോറിൻ. കണ്ടോ? ക്ലോറിന്റെ പൊസിഷൻ വ്യത്യാസമുണ്ട്. 2 ക്ലോറോപ്രൊപ്പൈനും 1 ക്ലോറോപ്രൊപ്പൈനും ആയിരുന്നു അല്ലെ? പൊസിഷൻ ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് ഡിഫറെന്റ് എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഐസോമേഴ്സിനെ പറയുന്ന പേരാണ് എന്ത്? പൊസിഷൻ. അവിടെ കാർബണിന്റെ ചെയിൻ ലെങ്ത് ഒന്നും അല്ല അവിടുത്തെ കാര്യം. അവിടെ എന്താ കാര്യം? ക്ലോറിന്റെ പൊസിഷൻ ആണ് മാറിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ വിളിക്കും എന്ത്? പൊസിഷൻ ഐസോമേഴ്സ്. വേറൊരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നോക്കാം നമുക്ക്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിന്റെ പേരിട്ടെ 1 2 3. എന്ത് കിട്ടും? 3 അല്ലേ? ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാ? OH, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അല്ലെ? രണ്ടിലും അതെ, OH ഗ്രൂപ്പ് ആണ്. മോളിക്കുലർ ഫോമിൽ എഴുതിക്കോ. C3H എത്ര ഉണ്ട്? 3 4 5 6 7 8 O അല്ലെ? രണ്ടിലും അതെ സെയിം ആണ്. മോളിക്കുലർ ഫോർമുല C3H8O. ഇനി അതിന്റെ പേര് കേട്ടോ. പേര് നമ്മൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലെ? 3 കാർബൺസോ പ്രൊപ്പാൻ 1 ഓള്. 2 1 2 3 പ്രൊപ്പാൻ 2 ഓള്. ഓക്കെ, നമുക്ക് എന്ത് മനസ്സിലായി? മോളിക്കുലർ ഫോർമുല സെയിം ആണ്. പൊസിഷൻ നമ്പേഴ്സ് ഓഫ് ദർ ഫങ്ഷണൽ ഗ്രൂപ്പ് ആർ ഡിഫറെന്റ്. ഇവരെ നമ്മൾ എന്ത് വിളിക്കും? പൊസിഷൻ ഐസോമേഴ്സ് എന്ന് വിളിക്കും. മനസ്സിലായോ? ഫങ്ഷണൽ ഗ്രൂപ്പിന് വ്യത്യാസമൊന്നുമില്ല. OH തന്നെ രണ്ടിലും. ക്ലോറിൻ തന്നെയാണ് നേരത്തെ രണ്ടിലും കണ്ടേ.
പക്ഷെ അവയുടെ പൊസിഷൻ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് പൊസിഷൻ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. ഫൈൻ. നെക്സ്റ്റ് നോക്കാം. മോളിക്കുലർ ഫോർമുല എഴുതിക്കോ ഈ കോമ്പൗണ്ടിന്റെ. C4 4 കാർബൺ 2 5 6 7 8 H8 അല്ലേ? രണ്ടിലും അതെ മോളിക്കുലർ ഫോർമുല. IUPAC നെയിം എഴുതിക്കോ. നമ്പർ എവിടെ നിന്ന് ഇടും? ഇനി നിങ്ങൾ ചിന്തിച്ചിരിക്കരുത്, നമ്പർ പെട്ടെന്ന് ഇട്ടോളാം. ഓക്കെ, ആൽക്കീൻ ആണല്ലേ? ഓക്കെ, ആൽക്കീൻ ആയതുകൊണ്ട് ബ്യൂട്ട് 1 ഈൻ, ബ്യൂട്ട് 1 ഈൻ, റൈറ്റ്? നമ്മൾ ഇങ്ങനെയല്ല പഠിച്ചേക്കുന്നത് അല്ലേ? നമ്മൾ എങ്ങനെയാ ആൽക്കീന് പേരിടാൻ പഠിച്ചേക്കുന്നത്? ഇങ്ങനെ ഇട്ടാലും ശരി തന്നെയാണ്. നമ്മൾ എങ്ങനെയാ ആൽക്കീന് പേരിടാൻ പഠിച്ചേക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവരുത്. ഓക്കെ, ഇത് 1 ബ്രാഞ്ചിന്റെ ആൽക്കീന് എങ്ങനെ പേരിടാൻ പഠിച്ചേക്കുന്നേ? നിങ്ങൾക്ക് പഠിച്ച പോലെ തന്നെ നിങ്ങൾ പേരിട്ടാൽ മതി, അല്ലെങ്കിൽ തെറ്റും. ഓക്കെ, എങ്ങനെ പേരിടാന്ന്? വേർഡ് റൂട്ടാ, കറക്റ്റ് ആണല്ലോ. വേർഡ് റൂട്ട് ബ്യൂട്ട് എന്ന് എഴുതി, ഹൈഫൻ ഇട്ടു, പൊസിഷൻ ഓഫ് ദ ഡബിൾ ബോണ്ട് ഹൈഫൻ സഫിക്സ് ഈൻ. കറക്റ്റ് അല്ലേ? നമ്മൾ എഴുതിയത് കറക്റ്റ് തന്നെയാ. ബ്യൂട്ട് 1 ഈൻ കറക്റ്റ് ആണ്. ചിലപ്പോ 1 ബ്യൂട്ടി എന്നും കൂടി എഴുതാറുണ്ട്, അപ്പൊ ഞാൻ പെട്ടെന്ന് അതാണ് ഓർത്തു പോയത്. ഓക്കെ, യെസ്, നമ്മൾ എഴുതിയത് കറക്റ്റ് ആണ്. ബ്യൂട്ട് 1 ഈൻ തന്നെയാണ്. ഓക്കെ, ചാപ്റ്റർ വരെ മാറിപ്പോയല്ലോ. പേജ് നമ്പർ നോക്കിയില്ലല്ലോ നമ്മൾ. വെയിറ്റ് ചെയ്യൂ കുട്ടികളെ. ഓക്കെ, എത്തിപ്പോയി. ഓക്കെ, ബ്യൂട്ട് 1 ഈന്ന് കിട്ടി, റൈറ്റ്? യെസ്. ഇനി കോമ്പൗണ്ട് 2ന്റെ പേരിട്ടേ. 1 2 3 4. അപ്പൊ എന്ത് കിട്ടും? ബ്യൂട്ട് 2 ഈൻ. ഓക്കെ, ബ്യൂട്ട് 1 ഈനും ബ്യൂട്ട് 2 ഈനും കിട്ടി. എന്ത് ഐസോമേഴ്സാ? ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ആണ് വ്യത്യാസം, റൈറ്റ്? അപ്പൊ ഇത് എന്ത് ഐസോമറീസ് ആണ്? മോളിക്കുലർ ഫോർമുല സെയിം ആണ്, പൊസിഷൻ ഓഫ് ദ ഡബിൾ ബോണ്ട് ആണ് ഡിഫറെന്റ്. സോ എന്ത് ഐസോമറിസം അത് കാണിക്കുക? പൊസിഷൻ ഐസോമറിസം. ഓക്കെ, എഗെയിൻ അടുത്ത എക്സാമ്പിൾ ചെയ്തോ. 1 2 3 4. മോളിക്കുലർ ഫോർമുല എഴുതിയില്ലല്ലോ. C4H345 6. IUPAC നെയിം എഴുതാം. കോമ്പൗണ്ട് 1ന്റെ ഇത് ബ്യൂട്ട് തന്നെയാണ്. ബ്യൂട്ട് 1 ഐൻ. 1 2 3 4. ബ്യൂട്ട് 2 ഐൻ. ഓക്കെ, പൊസിഷൻ ഓഫ് ദ ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷൻ ആണ് വ്യത്യാസം. അപ്പൊ ഇത് എന്ത് ഐസോമറിസം തന്നെയാണ്? പൊസിഷൻ ഐസോമറിസം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും എന്ത് തന്നെയാണ് നമുക്ക് മനസ്സിലായി. നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നെയാണ്. ഓക്കെ, നമ്മൾ ഹൈഡ്രോക്സില് ആൽക്കഹോള് അതേപോലെ വാൾഡിഹൈഡ് ആസിഡ് ഒക്കെ മാത്രമല്ല, ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് വന്നാലും അതിന്റെ പൊസിഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം. അത് പൊസിഷൻ ഐസോമേഴ്സിൽ വരുന്നതാണ്, അതും ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നെയാണ്. ഓക്കെ, now write down the structural formula of all the possible position isomers of the following compound. ഈ ഒരു കോമ്പൗണ്ടിന് പൊസിഷൻ ഐസോമേഴ്സ് വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാന്ന് ഫസ്റ്റ് നോക്കാം. ആരാ? ഓക്കെ, നമ്മുടെ Cl ഇവിടെ 1ാമത്തെ പൊസിഷനിലാണ് കിടപ്പുള്ളത് അല്ലേ? ഓക്കെ, ഇതിന് നമുക്ക് വേറെ ഇത് 1ാമത്തെ പൊസിഷനിലുള്ളതിന് തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ പൊസിഷൻ മാറ്റിയിട്ട് ഇതിന്റെ മറ്റ് ഐസോമേഴ്സിനെ ഏതാണ് പറഞ്ഞേക്കുന്നത്, റൈറ്റ്? അപ്പൊ 5 എണ്ണം അങ്ങോട്ട് നേരെ വരയ്ക്കാം. 4 5. 1ാമത്തേലാണ് നമ്മുടെ ക്ലോറിൻ കിടന്നത്. ഇനി നമുക്ക് എവിടെ ഇട്ട് കൊടുക്കാം? 2ാമത്തേൽ ഇട്ട് കൊടുക്കാം അല്ലേ? പിന്നെയും വീണ്ടും വരച്ചു 5 എണ്ണം. ഓക്കെ, ഇനി നമുക്ക് എവിടെ ഇട്ട് കൊടുക്കാം? 3ാമത്തേലും ഇട്ട് കൊടുക്കാം. ക്ലിയർ? അപ്പൊ 1ാമത്തേൽ ഇവിടെ ഓൾറെഡി ഇട്ടുണ്ട്. 3 4 5 Cl ഇവിടെ ഇട്ടുണ്ട് 1ാമത്തേല്. പിന്നെ നമ്പർ ഇടുമ്പോ 1 2 3 4 5. ഇനി ഇത് 1 2 3 4 5. ഇവിടെ വരുമ്പോ 1 2 3 4 5. 3 എണ്ണം പോസിബിൾ ആണ്. പൊസിഷൻ ഐസോമർ 3 എണ്ണം പോസിബിൾ ആണ്. ആർക്ക്? നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിന്. ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേര് 1-chloropentain എന്നാണ്. അപ്പൊ ഇത് 2-chloropentain ആയിരിക്കും, ഇതോ 3-chloropentain ആയിരിക്കും. ഇനി 4ാമത്തേൽ ഇട്ട് കൊടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. എന്താ കാരണം? ഈ 4ാമത്തേൽ ഇട്ട് കൊടുത്തു എന്ന് നമുക്ക് വിചാരിക്കാലോ. 1 2 3 4 5. നിങ്ങൾ ഇവിടെ 4ാമത്തേൽ ഇട്ട് കൊടുത്തു. എന്താ പറ്റാത്തേന്ന് ആരാ ചോദിക്കാത്ത എന്നോട്?
ചോദിച്ചോ, എന്താ പറ്റാത്തെ? ഇങ്ങനെ ഇട്ടാൽ നിങ്ങൾ നമ്പർ ചെയ്യുമ്പോ പിന്നെ ഇവിടുന്ന് നമ്പർ ചെയ്യാ അല്ലേ? ചെറിയ നമ്പർ കിട്ടണ്ടേ? അപ്പൊ ഇവിടുന്ന് നമ്പർ ചെയ്യുമ്പോ എന്ത് സംഭവിക്കും? അത് 2-ക്ലോറോ ആവും. 2-ക്ലോറോ പെന്റൈനായിട്ടും മാറും. നമ്മൾ ഓൾറെഡി ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പൊ 2 വട്ടം വരച്ച് 2 വട്ടം കൂട്ടാൻ പറ്റും ഒരാളെ? ഒരു വട്ടല്ലേ ഒരാളെ നമ്മൾ കൂട്ടാ. അപ്പൊ അങ്ങനെ കൂട്ടാൻ പറ്റത്തില്ല. അപ്പൊ നമ്പർ കൂടിപ്പോവും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഈ 3 എണ്ണം വരച്ച് നിർത്തിയത്. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തത് write the structural formula and IUPAC name of the position isomers of the compound pentane 2-on. on എന്ന് പറഞ്ഞ ഏതാ? on എന്ന് പറഞ്ഞാല് കീറ്റോൺ ആണ് അല്ലെ? കീറ്റോൺ എന്ന് പറഞ്ഞ ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാന്ന് ഓർത്തേ? കീറ്റോൺ എന്ന് പറഞ്ഞ CO ഗ്രൂപ്പാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ പെന്റാൻ 2-on വരയ്ക്കാം. 5 കാർബൺ, 1 2 3 4 5. പെന്റാണ്. CO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെന്റാൻ 2-on. 2-ൽ ഓൺ എന്ന് പറഞ്ഞാൽ 2-ൽ CO ഗ്രൂപ്പ്. ഓക്കെ, ഇത് CO. അപ്പൊ 1 2 3 4 5 5 എണ്ണം വരുന്ന പെന്റാൻ 2-on വരച്ചു. പെന്റാൻ 2-on. ഇനി CO നമുക്ക് എവിടെ ഇട്ട് കൊടുക്കാം? 1-ൽ ഇട്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. 1-ൽ ഇപ്പുറത്തൊന്നും ഉണ്ടാവില്ല. അപ്പൊ 1-ൽ ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. 3-ൽ ഇട്ട് കൊടുക്കാം. 3-ൽ ഇട്ട് കൊടുക്കുമ്പോ 1 2 ഇവിടെ CO വരും, പിന്നെ CC കാർബൺ. അപ്പൊ ഇതെന്തായി? 3ാമത്തെ പൊസിഷനിലായി CO ഗ്രൂപ്പ്. അപ്പൊ ഇതിന്റെ പേര് എന്ത് വരും? പെന്റാൻ 3-on എന്ന് വരും. മനസ്സിലായോ? പെന്റാൻ 3-on. അപ്പൊ എന്തൊക്കെ കിട്ടി? പെന്റാൻ 2-on-ഉം 3-on-ഉം. ഇനി ഇപ്പുറത്തോട്ട് കൊടുക്കാൻ പറ്റുമോ? 4-ൽ ഇട്ട് കൊടുക്കാൻ പറ്റുമോ? അപ്പൊ അത് നമ്മൾ ആ സൈഡിൽ നിന്ന് നമ്പർ ചെയ്യാം. അപ്പൊ അത് 2 തന്നെയായിട്ട് മാറും. ഓക്കെ, ഒരെണ്ണം ഒരു വട്ടം എഴുതിയാൽ മതി. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? അപ്പൊ ഇതിനൊക്കെയാണ് പൊസിഷൻ ഐസോമേഴ്സ് എന്ന് പറയാം. പൊസിഷൻ ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും. അവരുടെ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, now moving to the third isomerism, that is functional isomerism. ഈ പേര് തന്നെ ഫങ്ഷണൽ ഐസോമറിസം എന്ന് കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവണം അവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് വേറെ വേറെ ആയിരിക്കും. ഓക്കെ, മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും. നമുക്ക് നോക്കാം. 2 എണ്ണം തന്നിട്ടുണ്ട്. അതിന്റെ മോളിക്കുലർ ഫോർമുല കണ്ടുപിടിച്ചേ. C2H6O. അടുത്തതിലും എങ്ങനെയാ? C2H6O തന്നെയാണ്. അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആദ്യത്തേൽ OH ഗ്രൂപ്പ് ആണ്, മറ്റേതിൽ ഈതർ ആണ്, O ആണ്. ഓക്കെ, മോളിക്കുലർ ഫോർമുല നമ്മൾ എഴുതി C2H6O. After analyzing the structural formula, they have same molecular formula, but their functional group is different. ഇങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് വിളിക്കും? ഫങ്ഷണൽ ഐസോമേഴ്സ് എന്ന് വിളിക്കും. The phenomenon is known as what? Functional isomerism. Okay, 2 കോമ്പൗണ്ട്സ് നോക്കിയേ. മോളിക്കുലർ ഫോർമുല എഴുതി C3H6O. റൈറ്റ്? ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാ? ഇവിടെ ഉള്ളത് CHO ഗ്രൂപ്പ് ആണ് അല്ലെ? CHO ഗ്രൂപ്പ്. ഇവിടെയോ കീറ്റോ ഗ്രൂപ്പ് ആണ്. ഓക്കെ, കാർബോക്സിൽ ഗ്രൂപ്പും കീറ്റോ ഗ്രൂപ്പും. മോളിക്കുലർ ഫോർമുല എഴുതിക്കോ. എന്ത് ഐസോമറിസ് ആണ്? ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് ഡിഫറെന്റ്, സെയിം മോളിക്കുലർ ഫോർമുല, സോ ദേ എക്സിബിറ്റ് functional isomerism. Okay, next question answer ചെയ്തേ. Write the structural formula of the IUPAC name of the functional isomer of the compound. അപ്പൊ ഇവിടെ നമുക്കൊരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. CH3 CH2 CH2 CHO. ഇതിന്റെ ഫങ്ഷണൽ ഐസോമർ ഏതാണ് പറഞ്ഞേക്കുന്നത്? ഓക്കെ, അതായത് ഇത് ആൽഡിഹൈഡ് അല്ലേ? ഇതൊരു ആൽഡിഹൈഡിക് ഗ്രൂപ്പ് ആണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കാം, ആൽഡിഹൈഡും കീറ്റോണും ആണ് ഫങ്ഷണൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യുക. ആൽഡിഹൈഡും കീറ്റോണും. ഓക്കെ, ആൽഡിഹൈഡിന്റെ തന്നാൽ നമ്മൾ അതിന്റെ കീറ്റോൺ എഴുതാം. ഓക്കെ, കീറ്റോൺ തന്നാൽ നമ്മൾ അതിന്റെ ആൽഡിഹൈഡ് എഴുതാം. അതേപോലെ തന്നെ ഒരെണ്ണം കൂടി ഉണ്ട്. ഇവിടെ നമ്മൾ പഠിച്ചത് ആരെയാ? ആൽക്കഹോളും പിന്നെ ആരാ? ഈതറുകളും എന്ത് കാണിക്കും? ഫങ്ഷണൽ ഐസോമറിസം കാണിക്കും. 2 എണ്ണം ഓർത്ത് വെച്ചേക്കാം. ആൽക്കഹോൾ ആണെങ്കിൽ ഈതർ എഴുതണം, ഈതർ ആണെങ്കിൽ ആൽക്കഹോൾ എഴുതണം. ഫോർ എക്സാമ്പിൾ നിങ്ങളോട് പറയാണ്
C2H അങ്ങനെ എഴുതി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ. ഓക്കെ ടീച്ചർ ശരിക്കും എഴുതാം. CH3 CH2 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 OH. ഓക്കെ OH ഇതൊരു ആൽക്കഹോൾ അല്ലേ? ഓക്കെ ഇതൊരു ആൽക്കഹോൾ അല്ലേ? ഇതിന്റെ ഫങ്ഷണൽ ഐസോമർ എഴുതാൻ പറഞ്ഞാൽ ആൽക്കഹോളിന്റെ ഫങ്ഷണൽ ഐസോമർ ആരാ? ഈതർ അല്ലേ? അപ്പൊ നിങ്ങൾ ഇതിന്റെ ഒരു ഈതർ എഴുതിയാൽ മതി. അതായത് നിങ്ങൾ എന്ത് ചെയ്യാം, ഓ ഇട്ട് കൊടുക്കാം നടുക്കില്, എവിടെയെങ്കിലും ഓ ഇട്ട് കൊടുക്കാം. ഓക്കെ നടുക്കില് കേട്ടോ. CH3 നോക്കിയേ, ഞാൻ അപ്പുറത്ത് ഇപ്പുറത്ത് രണ്ടെണ്ണം ഇത് ഇട്ട് കൊടുത്തു. ഒരെണ്ണം ഇട്ട് അപ്പുറത്ത് മൂന്നിട്ടാലും ഒന്നും കുഴപ്പമില്ല. ഓക്കെ ഇങ്ങനെ ഇടാം. CH3 O CH2 CH2 CH3 എന്നും ഇടാം. ഓക്കെ മോളിക്കുലർ ഫോർമുല സെയിം ആയതിയാൽ മതി. ആൽക്കഹോളിന്റെ ആണെങ്കിൽ എന്ത് എഴുതണം? ഈതർ ആക്കി എഴുതണം. ആൽഡിഹൈഡ് ആണെങ്കിൽ എന്ത് എഴുതണം? കീറ്റോൺ ആക്കി എഴുതണം. അപ്പൊ ഇവിടെ നമുക്ക് ആൽഡിഹൈഡ് തന്നേക്കണം. ഇതിന്റെ കീറ്റോൺ എത്ര കാർബൺ ഉണ്ട് നോക്കാം. 1 2 3 4 കാർബൺ ഉണ്ട്. അപ്പൊ 4 കാർബൺ ഉള്ള ഒരു കീറ്റോൺ അങ്ങോട്ട് എഴുതിയാൽ മതി. ഓക്കെ ഇവിടെ ഞാൻ ഇട്ടു CH3 CH2 CH3. ഓക്കെ ഇതിന്റെ മോളിക്കുലർ ഫോർമുല 1 2 3 4 C4 3 4 5 6 7 8 8 8 O. ഇവിടെയോ C4 H8 O. കറക്റ്റ് അല്ലേ? നിങ്ങളാണ്ട് ചെക്ക് ചെയ്ത് നോക്കാം മോളിക്കുലർ ഫോർമുല സെയിം ആവുന്നുണ്ടോന്ന് കേട്ടോ. ആൽഡിഹൈഡിന്റെ ഫങ്ഷണൽ ഐസോമർ എഴുതാൻ ആരെ എഴുതണം? കീറ്റോൺ എഴുതണം. കീറ്റോന്റെ ഫങ്ഷണൽ ഐസോമർ എഴുതാൻ പറഞ്ഞ ആരെ എഴുതണം? ആൽഡിഹൈഡ് എഴുതണം. അത്രയും കാര്യം ഇവിടെ ഓർത്ത് വെക്കണം കേട്ടോ. എന്നാ അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ ലാസ്റ്റ് വൺ ഈസ് മെറ്റാമെറിസം. മെറ്റാമെറിസം വളരെ എളുപ്പമാണ്. നമ്മൾ ഈതർ പഠിച്ചില്ലേ? ഈതർ പഠിച്ചപ്പോ നമ്മൾ എന്താ പഠിച്ചേ? ഒരു ഓ ഉണ്ടാവും നടുക്കില്, ഓടെ അപ്പുറത്ത് ഇപ്പുറത്ത് എന്തുണ്ടാവും എന്ന് പറഞ്ഞു? ചെയിൻ ലെങ്ത്തിന് വ്യത്യാസം ഉണ്ടാവും അല്ലെ? നോക്കി അങ്ങനെ കാണിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇതിന്റെ മോളിക്കുലർ ഫോർമുല പറഞ്ഞേ. എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 കാർബൺ, 3 4 5, ഇവിടെ 5. ഹൈഡ്രജൻ 10, ഓക്സിജൻ രണ്ടിനും അങ്ങനെ തന്നെയല്ലേ? 4 കാർബൺ 10 ഹൈഡ്രജൻ 1 ഓക്സിജൻ. Now examine the alkyl group on either side of either linkage. അപ്പൊ ഈതർ ലിങ്കേജിന്റെ ആൽക്കൈൽ ഗ്രൂപ്പ് on either side കണ്ടുപിടിക്കണം. ഓക്കെ ഇവിടെയോ ഈ ഒന്നാമത്തേല് ഈ ഓടെ ഇപ്പുറത്ത് 2 ഇപ്പുറത്ത് 2 അല്ലേ? ഇവിടെയോ ഇവിടെ ഇപ്പുറത്ത് 1 ലെഫ്റ്റിലേക്ക് 1 ഇവിടെ 3 അല്ലേ? റൈറ്റ്. അപ്പൊ അതിന് നമുക്ക് എന്ത് മനസ്സിലായി? In compound 1 either linkage has same alkyl group on either side, right? Whereas in compound 2 either linkage has different alkyl group on either side. ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്ത് വിളിക്കാം? മെറ്റാമേഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ that is compounds having same molecular formula but they are having different alkyl groups attached to either side of the functional group. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ഐദർ സൈഡിലും രണ്ട് സൈഡിലും എന്താ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ നമ്പർ ഒക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ അങ്ങനെ വിളിക്കുന്നവരെയാണ് നമ്മള് മെറ്റാമേഴ്സ്. ഫിനോമിന ഈസ് കോൾഡ് ആസ് മെറ്റാമെറിസം. ഈതർ മാത്രമാണോ കാണിക്കുക? അതായത് രണ്ട് സൈഡിലും ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്ന ഏതൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട് നോക്കാം. ഈതർ ഉണ്ട്, ഓടെ അപ്പുറത്തുണ്ട്. അതേപോലെ തന്നെയുള്ള ആളാണ് നമ്മുടെ കീറ്റോൺ. നോക്കി കീറ്റോൺ ഇവിടെ 2 ഇവിടെ 2 ഇവിടെ 1 ഇവിടെ 3 അല്ലേ? അപ്പൊ ഇതിന്റെ മോളിക്കുലർ ഫോർമുലയും സെയിം ആയിരിക്കും. പക്ഷെ അവയുടെ CO എന്ന് പറഞ്ഞ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് സൈഡിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് വ്യത്യാസമുണ്ട് അല്ലെ? അങ്ങനെയുള്ളവരെ വിളിക്കേണ്ടതാണ് എന്ത്? മെറ്റാമേഴ്സ് എന്ന് വിളിക്കാം. മെയിൻ ആയിട്ട് ഈതറും കീറ്റോണും ഒക്കെയാണ് മെറ്റാമെറിസം കാണിക്കുക. ഓക്കെ ഇനി റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ആൻഡ് IUPAC നെയിം ഓഫ് എനി 2 മെറ്റാമേഴ്സ് ഓഫ് ദ കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിന്റെ മെറ്റാമേഴ്സ് ഇപ്പൊ നോക്കിയാൽ ഇവിടെ 3ഉം ഇവിടെ 3ആയിട്ട് കൊടുത്തേക്കണേ. റൈറ്റ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റി എഴുതാലോ. എങ്ങനെ മാറ്റി എഴുതാം? നമുക്ക് രണ്ടും ഓക്കെ CH3 CH2 എന്ന് കൊടുത്തിട്ട് O എഴുതി. ഓക്കെ ബാക്കി എത്ര എണ്ണം ഉണ്ട്? ബാക്കി 4 എണ്ണത്തിന് ഇപ്പുറത്ത് കൊടുക്കാം. CH2 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 CH3 കൊടുത്തില്ലേ? 4 എണ്ണം കൊടുത്തു. ഇനി വേണമെങ്കിൽ ബ്രാഞ്ചിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ ഇവിടെ ടീച്ചർ 4 നേരെ കൊടുത്തേക്കണം. ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇവിടെ വരച്ചത്. ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരെ ഇട്ട് കൊടുക്കുന്നതിന് പകരം പറഞ്ഞ ബ്രാഞ്ചിൽ ഇട്ട് കൊടുക്കാം. ഏതാണ് പറഞ്ഞത്? 2 എണ്ണം എഴുതണം. ഓക്കെ അല്ലെങ്കിൽ വേണ്ട ഒരെണ്ണം കൊടുത്തിട്ട് അപ്പുറത്ത് 5 എണ്ണം ഇട്ട് കൊടുത്തോ, പ്രശ്നമില്ലല്ലോ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ല. അപ്പൊ അങ്ങനെയും വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ
യെസ്. ഇനി നോക്കാം. എക്സാമിൻ ദ കോമ്പൗണ്ട്സ് ഗിവൺ ബിലോ, ഐഡന്റിഫൈ ദി ഐസോമെറിക് പെയർസ്, സ്പെസിഫൈ ദി ടൈപ്പ് ഓഫ് ദ ഐസോമെറിസം എക്സിബിറ്റഡ് ബൈ ഈച്ച് പെയർ. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾ മോളിക്കുലർ ഫോമിൽ എഴുതാം, എന്നാലും നമുക്ക് ഐസോമെറിസ് ഏതാണെന്ന് മനസ്സിലാവും. ആദ്യത്തെ എഴുതിക്കോ. 1 2 3 4 C4 H എത്ര എണ്ണം ഉണ്ട്? 3 4 5 6 7 8 9 10, പിന്നെ ഒരു ഓക്സിജൻ. ഓക്കെ, ഇതോ ഇവിടെ 1 2 3 4 5 5 കാർബണും ഹൈഡ്രജൻ 12 എണ്ണം ആയിരിക്കും. ഇനി ഇവിടെയോ C 4 എണ്ണം, ഹൈഡ്രജൻ എത്ര ഉണ്ട്? 3 4 5 6 7 8 9 10, ഓക്സിജൻ 1 2 3 4 5 C5 H12. ഇവിടെ നോക്കിയേ C4H എത്ര എണ്ണം ഉണ്ട് നോക്ക്? 10 അല്ലേ? 10O. ഇവിടെയോ C4H10O. ഓക്കെ, കിട്ടിയോ? അപ്പൊ 1 2 3 4 5 6 എണ്ണം ഉണ്ട്. ചെയിൻ ഐസോമറിസം കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ചെയിൻ കാണിക്കുന്നത് കാർബണിന്റെ ചെയിൻ ഉണ്ടല്ലോ, ദേ ഇവിടെ അല്ലേ. ഒരെണ്ണം നേരെ, ഒരെണ്ണം ബ്രാഞ്ചില്. അപ്പൊ നമുക്ക് എഴുതാം 2ഉം 4ഉം. ഓക്കെ, പൊസിഷൻ കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പൊസിഷൻ ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആയിരിക്കണം, പൊസിഷൻ മാത്രം വ്യത്യാസം വേണം. ഓക്കെ, ഏതൊക്കെയാ? ഒന്നിൽ OH ഉണ്ട്, പിന്നെ OH ഉള്ളത് ഏതിനാ? 6ലുണ്ട്. യെസ്, അവിടെ പൊസിഷൻ വ്യത്യാസം ഉണ്ട്. അപ്പൊ നമുക്ക് എഴുതാം 1 and 6 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഉണ്ടോ നോക്കി പൊസിഷൻ വ്യത്യാസമുള്ളത്? ഉണ്ടോ? ഉറപ്പാണോ? ഇല്ല. ഫങ്ഷണൽ ഐസോമറിസം, ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യാസവും, ഓക്കെ, ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യാസവും അതേപോലെ തന്നെ മോളിക്കുലർ ഫോമുല സെയിമും ആയിട്ടുള്ള ആരെങ്കിലും, OHഉം Oയും, ആൽക്കഹോളും ഈതറും ആണ് അല്ലെ. അപ്പൊ 1ഉം 2ഉം, 1 and 2 മാത്രമാണോ ഉള്ളേ? 1ഉം 3ഉം ആയിക്കൂടെ? ഓക്കെ, 1ഉം 3ഉം ആവും, 1 and 3ഉം ആവും. ദെൻ മെറ്റാമറിസം കാണിക്കുന്ന ആരാ? മെറ്റാമറിസം കാണിക്കുന്ന ഈതേഴ്സ് ആണ് അല്ലെ. അപ്പൊ ഈതേഴ്സിൽ 2 3 അല്ല കേട്ടോ, 3 എവിടെയാ കിടക്കുന്നത്? 1ഉം 3ഉം 1ഉം 2ഉം 1 ഓക്കെ കറക്റ്റാ. ഇനി ഏതാ പറഞ്ഞ? 5 അല്ലേ? 5 ഈതർ കാണിക്കുന്നത്, മെറ്റാമറിസം കാണിക്കുന്നത് 3ഉം 5ഉം, റൈറ്റ്? 3ഉം 5ഉം ആണ് എന്ത് കാണിക്കുന്നത്? മെറ്റാമറിസം കാണിക്കുന്നത്. അപ്പുറത്ത് ഇപ്പുറത്തുള്ള ആൽക്കലി ഗ്രൂപ്പ് വ്യത്യാസം വരുന്നുണ്ട് ഓടെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ കറക്റ്റ് ആയിട്ട് ഐസോമറിസം എന്ന് പറഞ്ഞ ടോപ്പിക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. നമുക്ക് ലെറ്റസ് ആക്സസിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ കുറെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഐസോമറിസത്തിന്റെ പോർഷനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനുള്ളത്. 5th തൊട്ട് ചെയ്യാം. ഓക്കെ, നോക്കിയിട്ട് പറ എന്ത് ഐസോമറിസം കാണിക്കുക. അപ്പൊ നിങ്ങൾ നോക്കണം, ഇവിടെ O ആണ്, ഈതർ ആണ്, ഇവിടെ OH ആണ്. ഈതറും OHഉം വരുമ്പോ ഏത് ഐസോമറിസാ? ഏതാ പറഞ്ഞോ? ഫങ്ഷണൽ. സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ മെറ്റാമർ ഓഫ് ദ കോമ്പൗണ്ട് 1. അപ്പൊ ഈ കോമ്പൗണ്ട് 1ന്റെ മെറ്റാമർ എഴുതാൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഓടെ അപ്പുറത്ത് 2 ഇപ്പുറത്ത് 2, ഇനി അതിന്റെ കുറച്ച് വ്യത്യാസമാക്കി എഴുതാൻ. അപ്പൊ ഒരെണ്ണം കൊടുക്കാം, ഓടെ ഇപ്പുറത്ത് ഒരെണ്ണം, അപ്പുറത്ത് നമ്മുടെ 3. അപ്പൊ അതിന്റെ മെറ്റാമറായി. ഓക്കെ, മോളിക്കുലർ ഫോർമുല ചെക്ക് ചെയ്ത് നോക്കിക്കോ ശരിയാവോ? ഓക്കെ, മൂവ് ടു ദ 6th ക്വസ്റ്റ്യൻ. CHO ആൽഡിഹൈഡ് ആണ്, ഇവിടെ കീറ്റോൺ ആണ്, ആൽഡിഹൈഡും കീറ്റോണും. വാട്ട് ഈസ് IUPAC നെയിം ഓഫ് ദ ഫസ്റ്റ് കോമ്പൗണ്ട്? 1 2 3 4 5. പെന്റാൻ. ആൽഡിഹൈഡ് ആയതുകൊണ്ട് ആളല്ലേ, പെന്റനാൾ. These two compounds are isomers. Why? ഇവര് isomers ആണ്. Same molecular formula, right? Okay, molecular formula same ആണ്. പിന്നെ എന്താ ഇവര് തമ്മിൽ വ്യത്യാസം? ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ആണല്ലേ. molecular formula same ആയതുകൊണ്ട് ഇവര് isomers ആണ്. What type of isomerism do these compounds exhibit? They exhibit functional isomerism. ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യാസമുണ്ട്, ഫങ്ഷണൽ ഐസോമറിസം ആണ്. Write the structural formula of the position isomer of the second compound. ഇതാണ് നമ്മുടെ സെക്കൻഡ് കോമ്പൗണ്ട്. ഇതിന്റെ പൊസിഷൻ ഐസോമർ വരയ്ക്കാൻ പറഞ്ഞ CO ഗ്രൂപ്പിന്റെ പൊസിഷൻ മാറ്റി കൊടുക്കാൻ. ഇവിടെ 2ലാണ് പൊസിഷൻ എങ്കിൽ
നമ്മൾ മാറ്റി കൊടുക്കാൻ പറഞ്ഞാൽ എവിടെ ഇട്ട് കൊടുക്കാം? അടുത്ത പൊസിഷനിൽ ഇട്ട് കൊടുക്കാം. 1 ഇട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ, പിന്നെ എവിടെ ഇട്ട് കൊടുക്കാൻ പറ്റാ? 3 ഇട്ട് കൊടുക്കണം. ഓക്കെ, അത്രേ ഉള്ളൂ കാര്യം. ഫൈൻ. യെസ്. Examine the compounds given below and identify the isomeric pairs. What type of isomerism is shown in each pair? Okay, ഇതിൽ ഐസോമറിക് പെയേഴ്സിനെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ വരയ്ക്കാണ്ട് തന്നെ നമുക്ക് എങ്ങനെ കിട്ടും നോക്കാം. വരച്ച് ചെയ്തെന്നാണ് നല്ലത്, നമുക്ക് വരയ്ക്കാതെ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് മെത്തോക്സി പ്രൊപ്പെയിൻ. ഓക്കെ, മെത്തോക്സി എന്ന് പറയുമ്പോൾ മെത്ത് എന്ന് പറഞ്ഞ ഒരെണ്ണം, ഓക്സി, പ്രൊപ്പെയിൻ എന്ന് പറയുമ്പോൾ CH2CH3. മെത്തോക്സി ഈതറാണ്, ഇവിടെ ഈതറാണെന്ന് മനസ്സിലായി. ഓക്സി വന്നപ്പോ ഈതറാണ്. ഇനി ഇവിടെ ഈതർ ഉണ്ടോ? ഈതർ ഉണ്ടല്ലോ. ഇത്തോക്സി ഈതീൻ വരച്ചോ. CH3 CH2O CH2 CH3. യെസ്, റൈറ്റ്. ഇവിടെ മോളിക്കുലർ ഫോമില് സെയിം ആണല്ലോ, ഇവരുടെ പൊസിഷൻ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് എഴുതാം എയും ഡിയും എന്താ? മെറ്റാമറിസ് ആണ്. ഓക്കെ, മെറ്റാമേഴ്സ് ആണ് എയും ഡിയും. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ആർക്കും? ഇല്ല. ഇനി പ്രൊപ്പാൻ 1 പ്രൊപ്പാൻ 2 ഇപ്പൊ കണ്ട തന്നെ അറിയാം, ഇത് രണ്ടും ആൽക്കഹോൾ ആണ്. വരയ്ക്കൊന്നും വേണ്ട, ആൽക്കഹോൾ ആണ്. ഇവരുടെ പൊസിഷൻ വ്യത്യാസം ഉണ്ട്, റൈറ്റ്? പൊസിഷൻ ഓഫ് ദ 1ലും 2ലാണോ OH ഇരിക്കുന്നത്? അപ്പൊ തന്നെ എഴുതിക്കോ, ഇവരെന്താ? ഇവര് പൊസിഷൻകാരാണ്. സിയും ഇയും പൊസിഷൻ ഐസോമറുകാരാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഹെക്സേനും 2,3 ഡൈമീഥൈൽ ബ്യൂട്ടേനോ കൊടുത്തേനും. ഓക്കെ, രണ്ടിലും എത്ര കാർബൺ ഉണ്ട്? 3, 4, 5, 6. ഇവിടെ 6. അപ്പൊ ഇവ രണ്ടുപേരിലും ചെയിൻ ആണ് വ്യത്യാസം. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം ബിയും എഫും എന്ത് ഐസോമർ ആണ്? ചെയിൻ ഐസോമറിസ് ആണ്. ഓക്കെ, ഇനി ഏതാ കിട്ടാത്ത? നമുക്ക് മെറ്റാമർ കിട്ടി, പൊസിഷൻ കിട്ടി, ചെയിൻ കിട്ടി. ഈതറും ആൽക്കഹോളും ഉണ്ട്, പക്ഷേ എങ്ങനെ നോക്കിയാലും അവിടെ മോളിക്കുലർ ഫോമുല സെയിം ആവാൻ സാധ്യതയില്ല. അപ്പൊ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഐസോമറിസം. ക്ലിയർ? ഓക്കെ, ഇനി എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റി ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എക്സ്റ്റെൻഡ് ആക്ടിവിറ്റി ബോൾ ആൻഡ് സ്റ്റിക്ക് മോഡൽ ഉണ്ടാക്കാനൊക്കെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, മോളിക്കുലർ ഫോമിൽ എഴുതിയിട്ട് അതിന്റെ സ്ട്രക്ചർ വരയ്ക്കാൻ. ഇത് നമ്മുടെ ഫീനോൾ കൂട്ടനും ഈ നമ്മൾ ബെൻസോയിക് ആസിഡ് കൂട്ടൻ ആരോമാറ്റിക് C6H5 എന്ന് പറയുമ്പോൾ ഇങ്ങനെ റിങ് വരയ്ക്കണം, ഒന്നിടെ വിട്ട് ഡബിൾ ബോണ്ട് കൊടുക്കണം, എന്നിട്ട് നമ്മുടെ COH ഇട്ട് കൊടുക്കണം. ഓക്കെ, ഐസോമറിസത്തെ കുറിച്ച് നോട്ട് എഴുതാൻ. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് എക്സ്റ്റെൻഡ് ആക്ടിവിറ്റിയിൽ അത്. അപ്പോ നമ്മൾ ഇത്രയും പഠിച്ച് തറവായി കഴിഞ്ഞ എക്സ്റ്റെൻഡ് ആക്ടിവിറ്റി നമുക്ക് വെറും ഗ്രാസ് ആണ് അല്ലേ, പുല്ലാണെന്ന് പറയില്ലേ, അതേപോലെ അല്ലെ, അത്രയും സിമ്പിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഐസോമറിസം ടീച്ചർ ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ 4 തരം ഐസോമറിസത്തെ കുറിച്ചാ പഠിച്ചേ. ഏതൊക്കെയാ? ചെയിൻ ഐസോമേഴ്സ്, പൊസിഷൻ, ഫങ്ഷണൽ ആൻഡ് 1 more മെറ്റാമേഴ്സ്, റൈറ്റ്? അപ്പൊ ചെയിൻ ഐസോമറിസം നമ്മൾ എന്താ പഠിച്ചേ? കാർബണിന്റെ ചെയിൻ വ്യത്യാസം ഉണ്ടാവും, റൈറ്റ്? പൊസിഷൻ ഐസോമറിസം എന്താ പഠിച്ചേ? ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ തന്നെ വ്യത്യാസം ഉണ്ടാവും. ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആയിരിക്കും, പക്ഷെ അതിന്റെ പൊസിഷൻ വ്യത്യാസം ഉണ്ട്. 1ലോ 2ലോ ഒക്കെ മാറി മാറിയിരിക്കും. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? അതിൽ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷൻ ഒക്കെ മാറിയാലും അത് എന്താ ഐസോമർ തന്നെയാ? പൊസിഷൻ ഐസോമറിസം തന്നെയാണ്. പിന്നെ ഫങ്ഷണൽ ഐസോമറിസം പഠിച്ചു. ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യാസം ഉണ്ടാവും. ആരൊക്കെയാ ഫങ്ഷണൽ ഐസോമർ കാണിക്കാന്ന് ടീച്ചർ പഠിപ്പിച്ചേ? ആൽക്കഹോൾ ആരായിട്ട് കാണിക്കും? ഈതറായിട്ട് കാണിക്കും. ആൽഡിഹൈഡ് ആരായിട്ട് കാണിക്കും? കീറ്റോൺ ആയിട്ട് കാണിക്കും. അത് ഓർത്ത് വെച്ചേക്കാട്ടോ. പിന്നെ മെറ്റാമേഴ്സ് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള കാർബണിന്റെ ചെയിൻ ലെങ്ത്തിന് വ്യത്യാസം വരുമ്പോഴാണ് എന്ത് ഐസോമറിസം പറയാ? മെറ്റാമറിസം എന്ന് പറയാം. അപ്പൊ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ നന്നായിട്ട് വീഡിയോ അവസാനം വരെ കണ്ട് പഠിക്കണം കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും എന്നാലും നിങ്ങൾക്ക് ഡൗട്ട് ഒക്കെ വരത്തുള്ളൂ. ഡൗട്ട് വരുമ്പോഴാണ് കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പൊ ടീച്ചർക്ക് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, hope you enjoyed the video. If you find the video is useful to you, please share this video to your friends. എല്ലാവരും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കൂലേ? കൊടുക്കണം കേട്ടോ. ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം, ലൈക്ക് ബട്ടൺ അടിക്കാം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റേഴ്സിന്റെ ഒക്കെ അപ്ഡേറ്റ്സ് വരും. അപ്പൊ നിങ്ങള് ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് വന്നോളൂ. ഓക്കെ, so stay curious, keep learning. We will see you on the next video. Till then, goodbye. Thank you.